നമ്മളുടെ +1 എക്സാമിന് ഷുവറായിട്ട് നമ്മളുടെ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ എന്ന് പറയുന്നത്. ഈ ഒരു ടേബിൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടേബിളാണ്. ഇതിനെ ഇങ്ങനെ തന്നെ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഇത്രയും പോർഷൻ മാത്രം തരും. ഓക്കെ, അപ്പോൾ 2 മാർക്കിനൊക്കെ മാക്സിമം 2 മാർക്കിന് വരാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആൽഗേനെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പേരുള്ളത്? അപ്പോൾ ഇവിടെ നമുക്കിത് ഫില്ല് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളുടെ ആൽഗേനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ നമുക്ക് ഈ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഓക്കെ, നമുക്ക് ക്ലോറോഫൈസിയ ഉണ്ട്, ക്ലോറോഫൈസിയ, then Phyophyceae, then Rhodophyceae. ഇപ്പോൾ ഇത് വെച്ച് ആൽഫബറ്റിക് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ ABCD നോക്കുകയാണെങ്കിൽ ആദ്യം C, പിന്നെ P, പിന്നെയാണ് R വരുന്നത് അല്ലേ. അപ്പം ഇതേ സംഭവം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിങ്ങൾ ഈ ക്ലോറോ എന്ന് പറയുന്നത് ഓക്കെ, ഇത് ഈ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുന്നതാണെങ്കിലാണ് മിസ് പറയുന്ന കോഡ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ക്ലോറോ എന്ന് പറയുമ്പം അതിലുള്ള പിഗ്മെൻ്റ് ഏതായിരിക്കും നിങ്ങൾക്ക് തന്നെ ആലോചിക്കുക അല്ലേ. ക്ലോറോഫിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഗ്രീൻ പിഗ്മെൻ്റ് ഉള്ള ലീഫിനെയാണ് നമ്മൾ ക്ലോറോഫിൽ എന്ന് പറയാം. സോ ഇതെന്താണ്, ഇത് ഗ്രീൻ ആൽഗെ ആണ്. ദിസ് ഇസ് ഗ്രീൻ ആൽഗെ. അപ്പം ഈ ക്ലോറോഫൈസിയയുടെ കോമൺ നെയിമാണ് ഗ്രീൻ ആൽഗെ. ഓക്കെ, അപ്പം ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗെ നമുക്ക് 1 കിട്ടി അല്ലേ. ഇനി ഇവിടെ റോഡോഫൈസിയെ ഇവിടെ നമുക്കൊരു 6 കാണാം അല്ലേ. മറ്റേത് C ആണ്, P ആണ്, ഇതെന്താണ് 6 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് റെഡ് ആൽഗെ. ഇതെന്താ, റെഡ് ആൽഗെ ആണ്. കിട്ടിയല്ലോ, ഇത് റെഡ് ആൽഗെ ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിയോഫൈസിയേ ഉള്ളൂ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗെ ആണ്. അപ്പോൾ ഇവരുടെ കോമൺ നെയിം നമുക്ക് ഈ ഒരു ടെക്നിക്ക് വെച്ച് ആലോചിച്ച് വെക്കാം. ഒന്ന് ക്ലോറോ എന്ന് പറയുമ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് അത് ഗ്രീൻ ആൽഗെ, ആൻഡ് ആറിന് ഇവിടെ റോഡോഫൈസിക്ക് 6 ഉണ്ട്, റെഡ് ആൽഗയ്ക്കും 6 ഉണ്ട്. സോ റെഡ് 6 എന്നുള്ളത് വെച്ച് ആലോചിക്കാം. ദെൻ ബാക്കിയുള്ളത് ബ്രൗൺ ആൽഗെ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ കോമൺ നെയിം ഇങ്ങനെ തന്നെ പഠിച്ചു. ഇനി ഇതിൽ ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്? ഈ പിഗ്മെൻറ്റ്സിന് ആലോചിക്കാനും ഇതേപോലെ തന്നെ നമുക്ക് ടെക്നിക്ക് ഉണ്ട്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടാകും, ഗ്രീൻ കളർ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഗ്രീൻ കളർ കൊടുക്കുന്നതാണ് നമ്മളുടെ ക്ലോറോഫിൽ. ക്ലോറോഫിൽ പിഗ്മെൻ്റ് ഇതിൽ എല്ലാത്തിലും വേണം. കാരണം ആൽഗെ എല്ലാവരും പ്രൈമറിലി ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഏത് പിഗ്മെൻറ്റ് എസെൻഷ്യലാണ്. നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ക്ലോറോഫിൽ A ഇല്ലാതെ ആരിലും എന്ത് നടക്കില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. സോ ക്ലോറോഫിൽ A എല്ലാവർക്കും വേണം. ഫോട്ടോസിന്തറ്റിക് ആണോ, ക്ലോറോഫിൽ A വേണം. സോ ഇതിലും ക്ലോറോഫിൽ A ഉണ്ടാകും, ഇതിലും ക്ലോറോഫിൽ A ഉണ്ടാകും, ഇതിലും ക്ലോറോഫിൽ A ഉണ്ടാകും. ഇനി ബാക്കി ഏതൊക്കെ പിഗ്മെൻറ്റ്സ് ആണ് ഇവർക്കുള്ളത്? ക്ലോറോഫിൽ A എല്ലാവർക്കും നിങ്ങൾക്ക് വിശ്വസിച്ച് എഴുതാം. പിന്നെയുള്ളത് ഇവിടെയാണ് നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എഴുതിയതിൻ്റെ ഒരു ഐഡിയ വരുന്നത്. അതായത് ഇവിടെ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലല്ലേ എഴുതിയത്, A നമ്മളെല്ലാവർക്കും കൊടുത്തു. പിന്നെ നമുക്ക് ഏതാ ABCD അല്ലേ. അപ്പോൾ ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പിഗ്മെൻറ്റ്സ് ഇങ്ങനെ BCD എന്നിട്ട് കൊടുക്കാം. അതായത് ക്ലോറോഫിൽ Aയും Bയും ക്ലോറോഫൈസിയയ്ക്ക്, ക്ലോറോഫിൽ Aയും Cയും ഫിയോഫൈസിയയ്ക്ക്, ക്ലോറോഫിൽ Aയും Dയും റോഡോഫൈസിയയ്ക്ക്. ഇങ്ങനെ ഈ പിഗ്മെൻറ്റ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൽ കുറച്ചുകൂടി എക്സ്ട്രാ പിഗ്മെൻറ്റ്സ് വരുന്നത് നമ്മളുടെ റോഡോഫൈസിയയ്ക്കാണ്. റോഡോഫൈസിയയ്ക്കും അതുപോലെ ഫിയോഫൈസിയയ്ക്കും. റോഡോഫൈസിയയ്ക്ക് ആ റെഡ് കളർ കൊടുക്കുന്നത് ഓക്കെ ആരാണെന്നറിയാമോ, ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻ്റ് ആണ്. ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻ്റ് ആണ് റോഡോഫൈസിയയ്ക്ക് റെഡ് കളർ കൊടുക്കുന്നത്. ഇവിടെയും നമുക്ക് എന്താണ്, റെഡിൻ്റെ ഈ ഒരു 6 നമുക്കിവിടെ കാണാം, എറിത്രിൻ ഓക്കെ 6 ഉണ്ട്. അതുപോലെ ബ്രൗൺ ആൽഗയ്ക്ക് ആ ബ്രൗൺ കളർ കൊടുക്കുന്നത് ഫ്യൂക്കോസാന്തൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് ആണ്. സോ ഹിയർ ഇസ് ഫ്യൂക്കോസാന്തൻ. ഫ്യൂക്കോസാന്തൻ ബ്രൗൺ ആൽഗയ്ക്ക് ഫ്യൂക്കോസാന്തൻ ഉണ്ട്, ആൻഡ് റെഡ് ആൽഗയ്ക്ക് ഫൈക്കോ എറിത്രിൻ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ചോദിക്കുന്നത് ഇവരുടെ സ്റ്റോർഡ് പിഗ്മെൻ്റ് ആണ്. ഇവരിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റോർഡ് ഫുഡാണ്, പിഗ്മെൻ്റ് അല്ല, സ്റ്റോർഡ് ഫുഡാണ്. ഇവരിൽ ഓരോന്നിലും എന്താണ് ഇവരുടെ സ്റ്റോർഡ് ഫുഡ് എന്നുള്ളതാണ് പിന്നെ ചോദിക്കുന്നത്. സോ ക്ലോറോഫൈസി എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗെ അല്ലേ, നമ്മളുടെ ഗ്രീൻ പ്ലാന്റ്സിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച്. സ്റ്റാർച്ചാണ് ഇവരുടെ സ്റ്റോർഡ് ഫുഡ്. ഓക്കെ, ആൻഡ് റെഡ് ആൽഗയുടെ എന്ന് പറയുന്നത്
is Floridian starch. Floridian starch. And brown algae is laminarin mannitol. ഇത് രണ്ടുമാണ് laminarin and mannitol. ഈ ഒരു ടേബിൾ ഷുവർ ക്വസ്റ്റൻ ആണ്. സോ എല്ലാവരും ഇത് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇത് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ടേബിളാണ്. ഇവരുടെ കോമൺ നെയിം, സ്റ്റോർഡ് ഫുഡ് ആൻഡ് അതുപോലെ തന്നെ പിഗ്മെൻറ്റ്സ്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുള്ളൂ. ഇവരുടെ ക്ലാസ് ഏതാണ്? കോമൺ നെയിം, മേജർ പിഗ്മെൻറ്റ്, സ്റ്റോർഡ് ഫുഡ്. അപ്പോൾ നമ്മളിത് പഠിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാമല്ലോ, ക്ലോറോഫൈസിയെ. ക്ലോറോ എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഗ്രീൻ ആൽഗേ. കോമൺ നെയിം ഗ്രീൻ ആൽഗേ എന്നാണ്. ക്ലോറോഫിൽ എയും ബിയും കണ്ടോ, നമ്മളിവിടെ ഫോട്ടോസിന്തറ്റിക്കലി എഴുതിയതാണ്. BCD, A എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, ആൻഡ് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്താ? ഗ്രീൻ ആൽഗേ. ഗ്രീൻ പ്ലാന്റ്സിനോട് സിമിലർ ആണ്. സോ ദാറ്റ് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്തായിരിക്കും? സ്റ്റാർച്ച് ആയിരിക്കും. സ്റ്റാർച്ച് കിട്ടി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞതേ ഇവിടെ ഫ്യൂക്കോസാന്തിൻ ഉണ്ട്. ആർക്ക്? ബ്രൗൺ ആൽഗയ്ക്ക് ആ ഒരു ബ്രൗൺ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മളുടെ റെഡ് ആൽഗയ്ക്ക് റെഡ് കളർ കൊടുക്കുന്ന ഒരു ആറുള്ള ഒരാൾ ആയിരുന്നു നമ്മളുടെ ഫൈക്കോ എറിത്രിൻ. ഇവിടെ ഒരു 6 കണ്ടോ? ഫൈക്കോ എറിത്രിൻ. ഓക്കെ, ദെൻ നമ്മളുടെ ബ്രൗൺ ആൽഗി, റെഡ് ആൽഗിക്ക് നമ്മൾ റൊഡോഫൈസിയെ RR എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് ആരാണ്? ഫിയോഫൈസിയെ. കംപ്ലീറ്റ് ആയില്ലേ? ഇത് നമ്മൾ ഈ പഠിച്ച അതേ കാര്യം തന്നെയാണ് ഈ ടേബിളിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മിസ് പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് 3 മാർക്ക് കയ്യിൽ ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെ 2 മാർക്ക് കയ്യിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഹാഫ് ഈച്ച്. ഇവിടെ ഹാഫ് 2 മാർക്ക് മാക്സിമം കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ ആരും മിസ് ചെയ്യരുത്. സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. സോ ഓക്കെ.